ശ്രീ കെ.എം. പരമേശ്വരൻ നമ്പൂതിരി സഭയുടെ ജനറൽ സെക്രട്ടറിയാണ്. ശ്രീ എസ്. രാധാകൃഷ്ണൻ പോറ്റി സഭയുടെ വൈസ് പ്രസിഡന്റ്, ഡോക്ടർ ഇ.കെ. ഈശ്വരൻ നമ്പൂതിരി ജോയിന്റ് സെക്രട്ടറി. ഇവരാണ് നമ്മുടെ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നത്. യോഗക്ഷേമ സഭയുടെ 30 വർഷത്തിന് ശേഷം യോഗക്ഷേമ സഭയുടെ സമീപനം ഒന്ന് മാറ്റിക്കൊണ്ട് പ്രക്ഷോഭ സമര രംഗത്തേക്ക് മുമ്പോട്ട് വരാനായിട്ട് ശ്രമിക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ട് ജൂലൈ 7-ാം തീയതി കേരളത്തിലെ 3 മേഖലകളിലായിട്ട് എറണാകുളത്ത് കളക്ട്രേറ്റിന് മുമ്പിൽ, കോഴിക്കോട് കളക്ട്രേറ്റിന് മുമ്പിൽ, തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിന് മുമ്പിലായിട്ട് ഞങ്ങളൊരു ധർണ ആവിഷ്കരിക്കുകയാണ്. അതിൽ ആദ്യമായി മാധ്യമ സുഹൃത്തുക്കളുടെ എല്ലാം സഹകരണം ഞങ്ങൾ ക്ഷണിക്കാം. ഇതെല്ലായിടത്തും നമുക്ക് ഞങ്ങളെ സഹായിച്ച് എല്ലായിടത്തും എത്തിക്കാനും കൂടി സഹായിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. സബ് ഗ്രൂപ്പ് ഓഫീസറുടെ എങ്കിൽ ഗ്രേഡ് അനുവദിക്കുക, അശാസ്ത്രീയമായ ക്രിമിനൽ പരിധി റദ്ദാക്കുക, 2ാം ഭൂപരിഷ്കരണം നടപ്പിലാക്കുക, അത് സംസ്കൃത പഠനം നിർബന്ധമാക്കുക. ഇങ്ങനെ അനവധി ആവശ്യങ്ങളുമായിട്ടാണ് ഞങ്ങൾ മുമ്പോട്ട് വരുന്നത്. ഇനി ഒരുപാട് വിഷയങ്ങൾ നമുക്ക് മുമ്പോട്ട് എടുത്തു കാണിക്കത്തക്കോണമുള്ള വിഷയങ്ങളുണ്ട്. എന്തായാലും സാമൂഹ്യ നീതിയുടെ പേരിൽ നടക്കുന്ന ഈ ദുരവസ്ഥകളൊക്കെ മാറ്റി ധാർമ്മികമായി യോഗക്ഷേമ സഭയുടെ എല്ലാവർക്കും ക്ഷേമം വേണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു സമൂഹമായിരുന്നു. ഇപ്പോഴത്തെ അവസ്ഥ ഈ ആ മുദ്രാവാക്യങ്ങൾക്കൊന്നും പ്രസക്തിയില്ല എന്നുള്ള തരത്തിൽ അശാസ്ത്രീയമായ സംവരണ സമ്പ്രദായങ്ങളൊക്കെ വന്നിട്ട് ഈ രാജ്യത്ത് ജീവിക്കുന്ന നമുക്കൊക്കെ തന്നെ പല തട്ടിലേക്ക് നമ്മളെയൊക്കെ മാറ്റിക്കൊണ്ടിരിക്കുന്ന ഈ അവസ്ഥ. പണ്ട് ഏതോ കാലത്ത് നടന്ന വിഷയങ്ങളൊക്കെ പറഞ്ഞ് ഇന്ന് സാധാരണക്കാരായിട്ടുള്ള ആൾക്കാരെ ഇത് തിരിച്ചറിയാൻ കൂടെ സമൂഹത്തിന് കഴിയത്തക്കവണ്ണം സഭ മുന്നോട്ടിറങ്ങാനാണ് ശ്രമിക്കുന്നത്. അതിന് എല്ലാവിധ കാരണം സത്യത്തിനും ധർമ്മത്തിനും നീതിക്കും വേണ്ടി നിൽക്കുന്ന ഒരു വലിയ സമൂഹമായിട്ട് ഇതിനെ മുമ്പോട്ട് വരികയാണ്. ഈ അധാർമികതയ്ക്കും ഒക്കെ തന്നെ സത്യത്തിനു വേണ്ടി നിൽക്കുന്ന ഈ പ്രസ്ഥാനത്തിന് എല്ലാവിധ സഹായങ്ങളും എല്ലാ ഭാഗത്തു നിന്നും ഉണ്ടാവണമെന്നും കൂടി ആഗ്രഹിക്കുകയാണ്. ഇതോടനുബന്ധിച്ച് മന്ത്രിമാരെ കാണുകയും മെമ്മോറാണ്ടം കൊടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അതിന് പ്രത്യക്ഷ സമര പരിപാടികളുമായിട്ട് ഇനിയും ഇത് മുമ്പോട്ട് നീങ്ങണമെന്നുള്ള തീരുമാനവുമായിട്ടാണ് ഞങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ 76 മുതൽ എല്ലാ മന്ത്രിമാരും വരുന്ന സർക്കാരുകളിലൊക്കെ തന്നെ പല പ്രാവശ്യവും നിവേദന രൂപത്തിലും മെമ്മോറാണ്ടം രൂപത്തിലും നേരിട്ട് കണ്ടും ഒക്കെ തന്നെ ഞങ്ങളുടെ ആവശ്യങ്ങൾ പ്രകടിപ്പിച്ചിട്ടുള്ളതാണ്. പക്ഷേ ഇതുവരെ അനുകൂലമായ യാതൊരു നിലപാടുകളും ഒരു സർക്കാരിൽ നിന്നും കിട്ടാത്ത സാഹചര്യം വന്നപ്പോൾ ഇനി ചില പ്രത്യക്ഷ സമരത്തിലേക്ക് പോകുകയല്ലാതെ മാർഗമില്ല, വെറും സ്വാത്വികത മാത്രം കൈമുതലായിരുന്നാൽ സഭ ആവശ്യങ്ങൾ നേടിയെടുക്കാൻ സാധിക്കില്ല എന്ന് കണ്ട ആ കാഴ്ചപ്പാടിലാണ് പ്രത്യക്ഷ സമരത്തിന് ഇറങ്ങാൻ ഞങ്ങൾ തീരുമാനിച്ചത്. 3 മേഖലകളിലും ഈ 7-ാം തീയതി നടക്കുന്ന ധർണ, അതുപോലെ തന്നെ ഈ കൊടുക്കുന്ന മെമ്മോറാണ്ടത്തിനും ഉചിതമായ ഒരു തീരുമാനം അല്ലെങ്കിൽ അനുകൂലമായ ഒരു സമീപനം സർക്കാരിൽ ഉണ്ടാകാത്ത പക്ഷം സമരം ശക്തി ആർജിച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് പോകാനും ആവശ്യങ്ങൾ നേടിയെടുക്കുന്നത് വരെ നമ്മൾ നിരാഹാരമടക്കം വരുന്ന സമരമുഖങ്ങളുമായിട്ട് മുന്നോട്ട് പോകണമെന്നാണ് തീരുമാനിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അതിന് എല്ലാ മാധ്യമങ്ങളുടെയും പൊതുജനങ്ങളുടെയും ഒക്കെ തന്നെ പിന്തുണ ഉണ്ടാകണം എന്ന് മാത്രം അഭ്യർത്ഥിക്കാനാണ് ഞാൻ അവസരം. 7-ാം തീയതി ധർമ്മയ്ക്ക് ശേഷം മെമ്മോറാണ്ടം കൊണ്ട് കൊടുക്കുന്നതിന് മുമ്പ് നമ്മൾ പലവട്ടം കൊടുത്തതിന്റെ കോപ്പി അടക്കം വീണ്ടും റിമൈൻഡർ ആയിട്ടൊന്നും കൊടുത്തിട്ടുണ്ട്. അതിന് പുറമെ ഈ ധർമ്മ നടക്കുന്ന ദിവസം ഇവരെല്ലാവരെയും കണ്ട് നമ്മൾ മെമ്മോറാണ്ടം വീണ്ടും, അതുപോലെ തന്നെ നമ്മൾ ഇതിലേക്ക് എല്ലാ സാമുദായിക സംഘടനാ നേതാക്കളെയും രാഷ്ട്രീയ നേതാക്കളെയും ഒക്കെ തന്നെ അഭിവാദ്യം അർപ്പിക്കാനായിട്ട് ക്ഷണിച്ചിട്ടുണ്ട്. ധർമ്മയുടെ പകരം അറിയിച്ചിട്ടുണ്ട്. മെമ്മോറാണ്ടത്തിന്റെ കോപ്പിയും അതുപോലെ തന്നെ പ്രതിപക്ഷ നേതാവിനും തീരുമാനം ഒക്കെ തന്നെ കൊടുക്കണമെന്നാണ് ഉദ്ദേശിക്കുന്നത്. സാധാരണഗതിയിൽ ധർണ എന്നുള്ളത് സംസ്ഥാന പ്രസിഡന്റ് ഇവിടെ, അതുപോലെ സംസ്ഥാന ജനറൽ സെക്രട്ടറി എന്നുള്ള എനിക്ക് കോഴിക്കോട്, സഭയുടെ മുൻ സംസ്ഥാന സെക്രട്ടറിയും പിന്നെ ഇപ്പോഴത്തെ സഭാ രക്ഷാളുമായ ശിവകുമാർ തമ്മിൽപ്പള്ളി എറണാകുളത്തും ഇങ്ങനെയാണ് ഉദ്ഘാടനം ഉദ്ദേശിക്കുന്നത്. അതെ, മറ്റ് രാഷ്ട്രീയ സാമൂഹ്യ നേതാക്കളെയൊക്കെ തന്നെ നമ്മൾ അതിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട്.